ഇനി നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നത് സ്വാമി ശോഭാനന്ദ സരസ്വതി അവர்களാണ്. സ്വാമി പൂർവ്വകാലം മുതൽ തന്നെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കണ്ടിരുന്നു. വയനാട് ജില്ലയിൽ ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാമിജി അവിടെ വന്ന സമയത്ത് കാണുകയും, എന്നാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആണ് പിന്നീട് ഈ അടുത്ത കാലത്ത് വീണ്ടും കാണാനിടയായത്. കുറേ കാലമായിട്ട് യാതൊരു എവിടെയാണെന്ന് അറിയില്ല, എന്നെ സംബന്ധിച്ച് അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവിചാരിതമായിട്ടാണ് സദാമണി ചേച്ചി മുഖാന്തരം അദ്ദേഹം മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട് എന്ന് ഈ രാമായണ നവാഹ പരിപാടികൾ അതിന് രൂപം കൊടുത്തതിന് ശേഷം അതിൻ്റെ നോട്ടീസ് കണ്ട സമയത്താണ് സ്വാമിജി എന്നെ വിളിക്കുകയുണ്ടായത്. എന്തായാലും അദ്ദേഹം നമ്മുടെ രാമായണ നവാഹ രഥം പുറപ്പെടുന്ന ദിവസം ഇവിടെ എത്തുകയും രഥയാത്രയ്ക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. ഇന്ന് നമ്മുടെ വാർഷികാഘോഷത്തിൻ്റെ സമാപന ദിവസവും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. ജയ് സാർ. കാമകൃതാദ്യകിലദോഷമപാസ്യ രാമനാമാക്ഷരാമൃതകണേ ഹൃദയന്യഷിഞ്ചൻ യസാത്വനിഗ്രഹവതേന ദിവം വിവേശാത്തം നീലകണ്ഠഗുരുദേവമനുസ്മരം വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാം അഹം ബ്രഹ്മേതി വേദാന്ത തത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീ നീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. ഓം സദ്ഗുരവേ നമഃ. അഭിവന്ദ്യരായ എൻ്റെ കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും എൻ്റെ ഗുരുനാഥനായ പൂജനീയ ജഗൽഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടിയുടെ പാതാരവിന്ദങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദങ്ങളിലും ഒരു മഹാസങ്കല്പം കൊണ്ട് ധന്യമായ മനസ്സോടെ ഇവിടെ എത്തിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്ഥിതികളിൽ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പം എന്ന് വണ്ണം സമർപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ സംസാരിക്കാനുള്ള സമയം എനിക്കില്ല. കാരണം 5 മണിക്ക് നമുക്ക് ഘോഷയാത്രയ്ക്ക് പോകണം. രാമായണം 9 ദിവസം കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ 2 ദിവസമായി കേട്ടുള്ളെങ്കിലും സർവപുരാണങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാമായണത്തിന്റെ തത്വങ്ങളെ ഇവിടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് പോലുള്ള യജ്ഞാചാര്യന്മാരെ കിട്ടുക തന്നെ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടിയുടെ നാമധേയത്തിലാണ്. ഇപ്പൊ ബോംബെ മഠാധിപതി കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളും ഞാനും ധാരാളം യജ്ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. അത് രാമായണ യജ്ഞമല്ല, എല്ലാം ഭാഗവത സപ്താഹ യജ്ഞമായിരുന്നു. എങ്കിലും ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്ന വേദിയിൽ ഞങ്ങൾ പട്ടാഭിഷേക ആ കർമ്മം വായിച്ച് മോനെ വിളിച്ചിട്ട് പറയുന്നു, മകനെ എല്ലാ അനുഗ്രഹവും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അമ്മ ആ മകന്റെ തലയിൽ തലോടിക്കൊണ്ട് പറയുകയാണ്, മോനെ നിന്റെ ജ്യേഷ്ഠനെ അയോധ്യയില് ദശരഥ മഹാരാജാവായി കാണണം. നോക്കണം, സ്വന്തം അച്ഛനായി കാണണം എന്നുള്ള ഒരു തത്വമാണ്. രണ്ടാമത് സുമിത്ര പറയുന്നത്, മോനെ സീതാദേവിയില്ലേ, ആ സീതാദേവിയെ ഞാനായി കാണണം. എത്ര മനോഹരമായ ആദർശമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതുവല്ലോ ഉൾക്കൊള്ളാൻ പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നത്തെ ആ ഒരു സംസ്കാരം നമ്മുടെ കുടുംബസങ്കല്പത്തിലെ സംസ്കാരമാണ്. തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയായി കാണുക. അതാണ് സുമിത്രാദേവി പറഞ്ഞു കൊടുത്തത്. മകനെ, നീ നിന്റെ ജ്യേഷ്ഠനായ രാമനെ ദശരഥ മഹാരാജാവായി കാണണം. രണ്ടാമത് സീതാദേവിയെ ഞാനായി കാണണം. എത്ര മനോഹരമായ ആദർശമാണ്. അതുപോലെ തന്നെ വനത്തിലാണ് നീ പോകുന്നത്,
ആ വനത്തിനെ അയോധ്യയായി കാണണമെന്നുള്ള ആ സന്ദേശം കൊടുത്ത് പറഞ്ഞിരിക്കുന്നു. ഒന്ന്. രണ്ടാമതോ, ഭരതന്റെ രാജ്യാഭിഷേകത്തെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ ലോകത്താരും ചെയ്യാത്ത ഒരു സംസ്കാരമാണ് ഭരതൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം തന്റെ ജ്യേഷ്ഠന്റെ കസേരയിൽ ഇരിക്കാൻ, ആ രാജസിംഹാസനത്തിലിരിക്കാൻ ഞാൻ അർഹനല്ല, അതുകൊണ്ട് ആ പാതകം കൊണ്ടിയെന്ന്, ആ സങ്കല്പമാണിത്, ആ പാതകം കൊണ്ടിയെന്ന് സിംഹാസനത്തിൽ വെച്ച് 14 വർഷം ജടയും മുടിയും വളർത്തി തറമെഴുകിയ ചാണകം കൊണ്ട് തരമെഴുകിയ സ്ഥലത്തിരുന്ന് നാമം ജപിച്ച് രാജ്യം ഭരിച്ച ഒരു പാരമ്പര്യമാണ് ഭാരതത്തിന്റെ. ഇന്നത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർക്ക് അത് അനുകരിക്കാൻ സാധിക്കുമോ? കാരണം അത്ര മനോഹരമായ ആദർശങ്ങൾ രാമായണത്തിന്റെ തുടക്കം മുതൽ കുടുംബസംഘങ്ങളിൽ കൂടി ധാരാളം വർണ്ണിച്ചു പോകാനുണ്ട്. ഇവിടെ സമയം വളരെ ചുരുക്കമായിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ആശ്രമത്തിൽ വരാനും സ്വാമിജിയുടെ സങ്കല്പത്തിൽ ഒത്തുകൂടാനും, സോമശേഖര സാറിനൊക്കെ എത്രയോ വർഷം കൊണ്ടുള്ള പരിചയമാണ്. രാമായണം അദ്ദേഹത്തിന്റെ വായന കേൾക്കാൻ തന്നെ ഞങ്ങൾ പോയി ഇരിക്കുമായിരുന്നു. സർവീസിന്റെ അനുഗ്രഹം കൊണ്ട് ആ വായനകളൊക്കെ ഞങ്ങൾക്കും ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ വയ്യാത്ത ഒരു ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ആശ്രമം, ഇവിടുത്തെ സ്വാമി, അദ്ദേഹത്തിന്റെ ഒരു വലിയ ഭാവിയുണ്ട്. ഞാൻ വന്നെന്ന് മുതലേ ഞാൻ പലരോടും പറഞ്ഞു, സത്യാനന്ദ സരസ്വതിയുടെ നാമധേയത്തിൽ അതേ രീതിയിൽ തന്നെ വളരുന്ന ഒരു ശിഷ്യനായിരിക്കും ഇവിടുത്തെ സ്വാമിജി എന്ന് ഞാൻ കേൾക്കുന്നു. കാരണം മറ്റാർക്കും കിട്ടാത്ത ഒരു സമർപ്പണ ബോധം. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് 3 വർഷമോ മറ്റൊരു സ്വാമിജിയെ കാണാൻ ഒത്തുള്ളൂ എന്ന്. ഞങ്ങൾക്കൊക്കെ 40 വർഷം സ്വാമിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കാനുള്ള വേദികൾ കിട്ടി. ഇപ്പൊ ഞാൻ കോഴിക്കോട് ആശ്രമത്തിന്റെ ചാർജായിരുന്നു. ശാരീരികമായിട്ട് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ടൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. എങ്കിലും ഇവിടുത്തെ മഠാധിപതിയുടെ ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ ആ ഗുരുത്വം കേൾക്കുന്നുണ്ട് ധന്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ആശ്രമത്തിന്റെ മഠാധിപതിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത്രയും നേരം ഇവിടുത്തെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് രാമായണ യജ്ഞം കണ്ടും കേട്ടും അതിന്റെ അഭിഷേക കർമ്മങ്ങളും ഒക്കെ കണ്ടും ധന്യരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സത്യാനന്ദ സരസ്വതി തിരുവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീറാം. സ്വാമിക്ക് ആഞ്ജനേയ ആശ്രമത്തിന്റെ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. അടുത്തതായി മംഗളാചരണം